24ലേക്ക് സ്വാഗതം. പഴമയുടെ പെരുമ വിളിച്ചോതുന്ന രാമശ്ശേരി ഇഡലിയെ പറ്റി നിങ്ങൾക്കറിയാമോ? രുചിയുടെ ഭൂപടത്തിൽ പാലക്കാടിനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരിടമാണ് രാമശ്ശേരി. ഇഡലികളിലെ രാജാവ് എന്നറിയപ്പെടുന്ന രാമശ്ശേരി ഇഡലിയുടെ നാട്. രുചിയിലും കൂട്ടിലും മാത്രമല്ല, രൂപത്തിൽ തന്നെ വ്യത്യസ്തമാണ് രാമശ്ശേരി ഇഡലി. കാര്യം, കേരളത്തിലെ പാലക്കാടാണ് രാമശ്ശേരിയെങ്കിലും അതിർത്തി കടന്നു വന്ന രുചിയാണ് രാമശ്ശേരി ഇഡലിയുടേത്. തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തു നിന്നും രാമശ്ശേരിയിലേക്ക് താമസം വന്ന മുതലിയാർ കുടുംബമാണ് മലയാളികൾക്ക് ഈ ഇഡലിയുടെ രുചി പകർന്നു നൽകിയത്. കെട്ടിലും മട്ടിലും രുചിയും രൂപത്തിലും എല്ലാം കണ്ടുവന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് രാമശ്ശേരി ഇഡലി. മുതലിയാർ കുടുംബം അന്ന് പരിചയപ്പെടുത്തിയ അതേ രുചിക്കൂട്ടാണ് ഇവിടെ ഇന്നും പിന്തുടരുന്നത്. സ്ഥിരം കണ്ടുവരുന്ന ഇഡലിയുടെ രൂപത്തിൽ നിന്നും നല്ല മാറ്റമുണ്ട് രാമശ്ശേരി ഇഡലിക്ക്. തട്ടുദോശയുടെ പോലെ കട്ടി കൂടിയ രൂപമാണ് ഈ ഇഡലിക്ക്. എന്നാൽ ഒരു കഷ്ണം വായിലേക്ക് എടുത്തു വെച്ചാൽ രൂപത്തിലെ മാറ്റമെല്ലാം മാറും. വായിലൂടെ മെല്ലെ ഇറങ്ങി പോകുന്ന ഇതിന്റെ രുചി ശരിക്കും മറ്റൊന്നാണ്. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും തേടി പോകും എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. കാഞ്ചീപുരത്തു നിന്നും രാമശ്ശേരിക്ക് വന്ന മുതലിയാർ കുടുംബത്തിലെ ചിറ്റൂരി എന്ന സ്ത്രീയാണ് ഇവിടെ ഇഡലി തയ്യാറാക്കാൻ തുടങ്ങിയത്. പരമ്പരാഗതമായി നെയ്ത്തുകാർ ആയിരുന്നുവെങ്കിലും അതിൽ നിന്ന് വരുമാനം കുറഞ്ഞതോടെയാണ് ഈ ഇഡലി നിർമ്മാണത്തിലേക്ക് കുടുംബം കടക്കുന്നത്. എന്നാൽ മുതലിയാർ കുടുംബത്തിലെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇന്നും ഇതിന്റെ യഥാർത്ഥ നിർമ്മാണ രഹസ്യം അറിയുകയുള്ളൂ. പാലക്കാടൻ പൊന്നിയരിയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. എന്നാൽ ബാക്കി ചേരുവകൾ മറ്റാർക്കും അറിയില്ല. പലരും പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും വിജയിച്ചിട്ടില്ല. തട്ടുതട്ടായി പ്രത്യേകമായി നിർമ്മിച്ചെടുത്ത മൺപാത്രത്തിലാണ് രാമശ്ശേരി ഇഡലിയുടെ പാചകം. ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് മൺപാത്രത്തിന്റെ വായുഭാഗത്ത് വല പോലെയുള്ള തുണി ബലമായി കെട്ടി അതിൽ ഇഡലി മാവ് ഒഴിച്ച് മറ്റൊരു മൺപാത്രം കൊണ്ട് അടച്ചു മൂടി ആവിയിൽ പുഴുങ്ങിയാണ് രാമശ്ശേരി ഇഡലി നിർമ്മിക്കുക. ഒറ്റത്തവണ 3 അടുക്കുകളിൽ ഇഡലി നിർമ്മിക്കാം. വിറകടുപ്പിൽ മാത്രമാണ് ഈ ഇഡലി തയ്യാറാക്കുന്നത്. കൂടെ കഴിക്കുവാൻ മറ്റെന്തെല്ലാം ഉണ്ടെങ്കിലും രാമശ്ശേരി ഇഡലിയുടെ ബെസ്റ്റ് കോംബോ എന്ന് പറയുന്നത് ഇഡലി പൊടി തന്നെയാണ്. കൂടെയുള്ള ചമ്മന്തിയെയും സാമ്പാറിനെയും ഒക്കെ കടത്തി വെട്ടുന്ന രുചിയാണ് ഇഡലി പൊടിക്ക്. അരി വറുത്തത്, കുരുമുളക്, ഉഴുന്നുപൊടി, വറ്റൽമുളക് എന്നിവ ചേർത്ത് ഉണ്ടാക്കുന്ന ചമ്മന്തി പൊടിയാണ് ഇഡലി പൊടി എന്ന് അറിയപ്പെടുന്നത്. വെളിച്ചെണ്ണ ചാലിച്ചാണ് ഇത് ഇഡലിക്കൊപ്പം കഴിക്കേണ്ടത്. പാലക്കാട് ജില്ലയിലെ രാമശ്ശേരിയിലാണ് നല്ല അസൽ രാമശ്ശേരി ഇഡലി ലഭിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ ചില ഹോട്ടലുകളിൽ ലഭിക്കുമെങ്കിലും രാമശ്ശേരിയിൽ പോയി കഴിച്ചാലേ അത് പൂർണ്ണമാവുകയുള്ളൂ. പാലക്കാട് കോയമ്പത്തൂർ ദേശീയപാതയിൽ ഇലപ്പള്ളിക്കടുത്താണ് രാമശ്ശേരി സ്ഥിതി ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ നാട്ടിലെ നമ്മുടെ വാർത്തകൾ അറിയാൻ DN24 സബ്സ്ക്രൈബ് ചെയ്യുക.